ഹലോ എവരി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ട്രാവൽസി വ്ളോഗ്സ്. അപ്പോൾ നമ്മളിന്ന് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ട്രിവാൻഡ്രം സിറ്റിയുടെ ഒരു മനോഹരമായ കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ട്രിവാൻഡ്രം സിറ്റിയുടെ അടുത്തായിട്ടുള്ള ജഡ്ജിക്കുന്ന് എന്ന് പറയുന്നൊരു പ്ലേസിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒഫീഷ്യലായിട്ടൊരു വ്യൂ പോയിൻ്റ് ഒന്നും അല്ല. ഒരുപാട് ഒരു റിസോർട്ട് പോലെ എന്തോ കൺസ്ട്രക്ട് ചെയ്തിട്ടിട്ടുണ്ട്, കംപ്ലീറ്റഡ് അല്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ മുകളിൽ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ട്രിവാൻഡ്രം സിറ്റി സെൻറ്ററായിട്ടുള്ള KSRTC കോംപ്ലക്സ്, ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ റൺവേ കാണാം, കോവളം കാണാം. അപ്പോൾ അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാൻ പറ്റുന്ന ഒരു സ്പോട്ടിലോട്ടാണ് ഇന്ന് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇങ്ങോട്ട് പോകാൻ പറ്റുന്ന എളുപ്പമുള്ള വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജഡ്ജിക്കുന്ന് എന്ന് പറയുന്നത് ഏകദേശം നമ്മുടെ പുഞ്ചക്കിരി തിരുവല്ലം റോഡ്, ആ റോഡിനിടയിലാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ട്രിവാൻഡ്രം സിറ്റി സർക്കിൾ, അതായത് തമ്പാനൂർ, കിഴക്കേക്കോട്ട ആ സൈഡിൽ നിന്നൊക്കെ വരുന്നവർക്ക് ഇങ്ങോട്ട് പോകാൻ പറ്റുന്ന എളുപ്പമായിട്ടുള്ള വഴി എന്ന് പറയുന്നത് ആറ്റുകാൽ, മരുതൂർക്കടവ്, കരിമം, തിരുവല്ല ആ റൂട്ട് വഴിയാണ്. ഓക്കെ, ഇനി അതല്ല കോവളം സൈഡിൽ നിന്നൊക്കെ വരുന്നവർക്ക് ഏറ്റവും എളുപ്പമുള്ള വഴി എന്ന് പറയുന്നത് തിരുവല്ലം, പുഞ്ചക്കിരി ആ റൂട്ടിലൂടെയാണ്. അപ്പോൾ എൻ്റെ വീട് ഇപ്പോൾ ആറ്റുകാൽ ക്ഷേത്രത്തിനടുത്തായതുകൊണ്ട് നമ്മളിപ്പോൾ പോകുന്നത് മരുതൂർക്കടവ് വഴിയാണ്. അപ്പോൾ നമുക്ക് മരുതൂർക്കടവിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ടാണ് ഇപ്പോൾ നമ്മൾ പുഞ്ചക്കിരിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതെൻ്റെ വീടിനടുത്ത് നിന്ന് ഒരു 10 മിനിറ്റ്സ് ദൂരം മാത്രമേ ഉള്ളൂ. അപ്പോൾ മിക്ക ദിവസങ്ങളിലും ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് ചുമ്മാ ഒന്ന് ചിൽ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രണ്ട്സുമായിട്ടൊക്കെ പോയിരിക്കുന്ന ഒരു പ്ലേസാണ് ജഡ്ജിക്കുന്ന് എന്ന് പറയുന്നത്. ഈ കൊറോണയ്ക്ക് മുമ്പ് വരെ ഇവിടുത്തെ ലോക്കൽസും അല്ലാതെ ജഡ്ജിക്കുന്ന് അറിയാവുന്ന കുറച്ച് റൈഡേഴ്സ് മാത്രമേ അവിടെ വരാറുള്ളൂ. അപ്പോൾ അധികം തിരക്കൊന്നും ഇല്ലായിരുന്നു. കൊറോണയൊക്കെ വന്നതിന് ശേഷം ഇഷ്ടംപോലെ ആൾക്കാർ വീക്ക് ഓഫ്സ്, അതായത് ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ ദിവസങ്ങളിലൊക്കെ നല്ല തിരക്ക് ജഡ്ജിക്കുന്നിൽ വരാറുണ്ട്. ഫാമിലി ആയാലും ഫ്രണ്ട്സൊക്കെ ഒരുമിച്ച് ജഡ്ജിക്കുന്നിൽ വരാറുണ്ട്. അത് ഇച്ചിരി ഓഫ് റോഡ് പ്ലേസ് ആയതുകൊണ്ട് ഇഷ്ടംപോലെ റൈഡേഴ്സും വരാറുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ കയറുന്നതാണ് മരുതൂർക്കടവ് പാലം. നമ്മുടെ അപ്പോൾ കരമനയാർ ഒഴുകുന്നത് ഈ പാലത്തിൻ്റെ അടിയിൽ കൂടിയാണ്. നമ്മുടെ ബാലരാമപുരം ആ സൈഡിൽ നിന്നൊക്കെ വരുന്നവർക്കാണെങ്കിൽ ഈ ലെഫ്റ്റിലോട്ട് കാണുന്ന റോഡെന്ന് പറയുന്നത് കൈമനത്തിൽ വന്നാണ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം കൈമനം വഴിയും മരുതൂർക്കടവിലോട്ട് വരാം. അപ്പോൾ ആ റൂട്ട് വരാൻ എളുപ്പമുള്ളവർക്ക് ആ റൂട്ടും വരാം. ഇപ്പോൾ ഞാൻ പോകുന്നത് മരുതൂർക്കടവ് കരിമം റോഡാണ്. അപ്പോൾ ഇവിടുന്ന് ഒരു ഏകദേശം 10 മിനിറ്റ് റൈഡുണ്ട് നമ്മുടെ പുഞ്ചക്കിരിയിലോട്ട് എത്താൻ. ഇതിപ്പോൾ കരമനയാറിൻ്റെ സൈഡിൽ കൂടിയാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പുഞ്ചക്കിരി എത്താറായി. ഇത് ലെഫ്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പുഞ്ചക്കിരി ബണ്ട് റോഡിലോട്ട് പോകാൻ പറ്റും. അപ്പോൾ പുഞ്ചക്കിരിയിൽ നിന്ന് കുറച്ച് ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ ഒരു 50 മീറ്റർ ഡിസ്റ്റൻസ് പോകുമ്പോഴത്തേക്ക് ലെഫ്റ്റ് സൈഡിലോട്ട് ഒരു ആർച്ച് കാണും. ഒരു കയറ്റവും ഒരു ആർച്ചുമായിട്ട് കാണും. നിരപ്പിൽ ശ്രീ ഭഗവതി ടെമ്പിളിൻ്റെ ഒരു ആർച്ചാണ്. അപ്പോൾ ആ റോഡാണ് നമുക്ക് കയറി ഫ്രണ്ടിലോട്ട് പോകേണ്ടത്. അപ്പോൾ ആ റോഡ് നമ്മൾ കയറി കുറച്ച് ദൂരം ഫ്രണ്ടിലോട്ട് പോകുമ്പോഴത്തേക്ക് ഫുൾ കയറ്റമാണ്, വേറെ ഓപ്ഷനൊന്നുമില്ല, ഫുൾ സ്ട്രെയിറ്റ് റോഡാണ്. അങ്ങനെ കുറച്ച് ദൂരം ഫ്രണ്ടിലോട്ട് പോകുമ്പോഴത്തേക്ക് വീണ്ടും റൈറ്റ് സൈഡിലോട്ടൊരു റോഡ് വരും. ഓക്കെ, അപ്പോൾ ആ റൈറ്റ് സൈഡിലോട്ടുള്ള റോഡ് കയറി കുറച്ച് ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ നമുക്ക് ഒബ്വിയസ്ലി ടാറിട്ട റോഡൊക്കെ എൻഡ് ചെയ്ത് തുടങ്ങും. അപ്പോൾ ആ ടാറിട്ട റോഡ് എൻഡ് ചെയ്യുന്നത് നമ്മുടെ ജഡ്ജിക്കുത്താണ് ഞാൻ പറഞ്ഞ ആ റൈറ്റ് സൈഡിലോട്ടുള്ള റോഡ്. അതിൻ്റെ ആ പോകുന്ന വഴി തന്നെ ഒരു ക്രിസ്ത്യൻ പള്ളിയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊരു അടയാളമായിട്ട് നമുക്കെടുക്കാം. അപ്പോൾ അവിടുന്ന് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ റോഡൊക്കെ തീരും. പിന്നെ അങ്ങോട്ട് പോകുന്നെങ്കിൽ ഇച്ചിരി പാടാണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ കുറവായിട്ടുള്ള വണ്ടി അത്രയ്ക്ക് നന്നായിട്ട് ഓടിക്കാൻ അറിഞ്ഞുകൂടാത്തവർക്കും ഈ റോഡിലൂടെ വണ്ടി ഓടിക്കാൻ ഇച്ചിരി പാടായിരിക്കും. അപ്പോൾ വരുന്നവർ ഒന്നുകിൽ വണ്ടി താഴെ വയ്ക്കുക, അല്ലെങ്കിൽ കാറിലൊക്കെയാണ് വരുന്നതെങ്കിൽ ഇവിടെ തന്നെ ഒതുക്കിയിടാനൊരു സ്പോട്ടുണ്ട്. അപ്പോൾ അവിടെ ഒതുക്കിയിടാം.
അതല്ല നല്ലപോലെ ഓടിക്കാൻ അറിയാവുന്നവരാണെങ്കിൽ നമുക്ക് മുകളിലോട്ട് ഓടിച്ച് കയറാം. വണ്ടിയൊക്കെ ഓടിച്ച ആൾക്കാരൊക്കെ മുകളിലോട്ട് വരാറുണ്ട്. അതുകൊണ്ട് അതിനൊന്നും ഒരു പ്രശ്നമില്ല. നമ്മൾ ഈ കയറുന്ന വഴിക്ക് തന്നെ ഫസ്റ്റ് ചെറിയൊരു പ്ലെയിൻ സ്പോട്ട് വരുന്നുണ്ട്. അപ്പോൾ അവിടെയുള്ള മരങ്ങളൊക്കെ വെട്ടി ക്ലിയർ ചെയ്തതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ നമ്മുടെ സിറ്റി കാണാം. അപ്പോൾ ആ ഒരു ചെറിയൊരു വ്യൂ ആണ് ഞാൻ ഇപ്പോൾ എടുക്കുന്നത്. എൻ്റെ ഫോണിലാണ് ഈ വ്യൂ എടുത്തിട്ടുള്ളത്. അപ്പോൾ സൂം ചെയ്തെടുക്കുമ്പോൾ അധികം ക്ലാരിറ്റി കിട്ടത്തില്ല. നമുക്ക് ഒരിക്കൽ കൂടി ടോപ്പിൽ പോയി നിന്നിട്ട് നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു വ്യൂ എടുക്കാം. വീണ്ടും നമ്മൾ ഫ്രണ്ടിലോട്ട് പോവുകയാണ്. ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ ഇനി നമ്മൾ നേരെ ചെല്ലുന്നത് ജഡ്ജിക്കുന്നിൻ്റെ ടോപ്പിലോട്ട് കയറാനുള്ള വഴിയാണ്. അതായത് നമുക്ക് 2 വഴി പിന്നെയും വരുന്നുണ്ട്. ഒന്ന് വ്യൂ പോയിന്റിലോട്ട് ഡയറക്റ്റ് കയറുന്ന വഴിയും അത് ലെഫ്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ, അതല്ല വീണ്ടും സ്ട്രെയിറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ ജഡ്ജിക്കുന്നിൻ്റെ ഏറ്റവും ടോപ്പ് പോർഷനിലോട്ട് പോകുന്ന വഴിയാണ് വരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഫസ്റ്റ് പോകാൻ പോകുന്നത് ജഡ്ജിക്കുന്നിൻ്റെ ഏറ്റവും ടോപ്പിലോട്ടാണ്. അവിടെ ചെന്നിട്ട് അവിടുത്തെ കുറച്ച് വ്യൂസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഈ ജഡ്ജിക്കുന്നിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രത്യേകിച്ച് വീടുകളോ അങ്ങനെയൊന്നും ഇല്ല. ആകെപ്പാടെ ഉള്ളത് ഒരു വീട് മാത്രമാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ലെഫ്റ്റിലോട്ടുള്ള വഴി. ആ വഴി കയറി പോവുക, അതല്ലെങ്കിൽ വീണ്ടും സ്ട്രെയിറ്റ് പോവുക. സ്ട്രെയിറ്റ് പോയി ചെന്ന് കയറുന്നത് ഒരു പ്ലെയിൻ സ്പോട്ടിലോട്ടാണ്. അവിടെ ഒറ്റ വീട് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ ഫുൾ വലിയ ഹൈറ്റിലുള്ള പുല്ലുകളും നീളത്തിലുള്ള പുല്ലുകളും പിന്നെ അതുപോലെ തന്നെ വലിയ വലിയ മരങ്ങളുമാണുള്ളത്. അപ്പോൾ ആ മരങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏരിയയിലുള്ള ഏകദേശം ഒട്ടുമിക്ക പക്ഷികളും വന്നിരിക്കുന്നത് വൈകുന്നേരം ആകുമ്പോൾ വന്നിരിക്കുന്നത് ഈ മരങ്ങളിലാണ്. അപ്പോൾ ഒരു 6 മണിയൊക്കെ അവിടെ എത്തുമ്പോഴത്തേക്ക് പക്ഷികളൊക്കെ അവരുടെ കൂട്ടിലൊന്ന് കയറുന്ന ആ ഒരു വ്യൂ എന്ന് പറയുന്നത്, ആ ഒരു കാഴ്ച എന്ന് പറയുന്നത് വളരെ ഭംഗിയുള്ളൊരു കാഴ്ചയാണ്. കാരണം എല്ലാവരും വന്ന് കൂട്ടത്തോടെ ഒന്നാണ് കയറുന്നത്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് നമുക്ക് നമ്മുടെ കോവളം ബീച്ച് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അതും ഒരു പ്രത്യേകതരം ഭംഗിയുള്ളൊരു കാഴ്ചയാണ്. ഞാൻ കോവളം ബീച്ചിൻ്റെ വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്കത് കാണാൻ പറ്റും. കാരണം സൂര്യൻ അതുപോലെ പക്കയായിട്ട് കോവളത്തിൻ്റെ അവിടെ നിന്ന് ക്ലിയറായിട്ട് സൺസെറ്റ് സമയത്ത് കാണാൻ പറ്റും. അത് നല്ലൊരു പോയിൻ്റാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ആ വീട്. ഒരു വീട് മാത്രമേ ഇതിൻ്റെ മുകളിലുള്ളൂ. ഈ നേരെ കാണുന്നത് കോവളം ബീച്ചാണ്. അപ്പോൾ ജഡ്ജിക്കുന്നിൽ ഒബ്വിയസ്ലി എൻ്റെ വീടിനടുത്തായതുകൊണ്ടും അപ്പോൾ ഈ ഏരിയയിലുള്ള ലോക്കലായിട്ടുള്ള ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ വരുന്നതുകൊണ്ടും എനിക്കറിയാവുന്ന ഒട്ടുമിക്കവരും ഉണ്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എൻ്റെ സ്കൂളിൽ പഠിച്ചിട്ടുള്ള 2 ഫ്രണ്ട്സിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ കണ്ട് ജസ്റ്റ് ഒന്ന് വണ്ടി ഒതുക്കിയതാണ്. ഇനി അവിടുന്ന് വീണ്ടും ഫ്രണ്ടിലോട്ട് പോകണം. ഫ്രണ്ടിലോട്ട് പോയിട്ട് വേണം നമുക്ക് വ്യൂ പോയിന്റിലെത്താൻ. അപ്പോൾ ഇന്ന് ഒരു വീക്കെൻഡ് ആയതുകൊണ്ട് ആവശ്യത്തിന് ആൾക്കാരിവിടെ ഉണ്ട്. അതല്ല കുറേ റൈഡേഴ്സും ഇന്നിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരെയും കാണിക്കാൻ പറ്റുമോ നോക്കാം. ഒരു അത്യാവശ്യം തിരക്ക്, അതായത് ഇതൊരു ഫ്രൈഡേ പോലത്തെ ഒരു ദിവസമാണ്. എന്നിട്ട് ആവശ്യത്തിനുള്ള കൂടുതലും പയ്യന്മാരും അങ്ങനെയുള്ളവരാണ് വരുന്നത്. ഓഫ് റോഡ് കയറാൻ പക്കത്തിനുള്ള വണ്ടികളൊക്കെ ഉള്ളവരാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഞാൻ വരുന്ന വഴിക്ക് കുറച്ച് റൈഡേഴ്സിനെ കണ്ടിരുന്നു. അപ്പോൾ അവരുടെ ഒരു ചെറിയൊരു ഇത് കയറി വരുന്നൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. ഓഫ് റോഡ് വണ്ടികളൊക്കെ ഉള്ളവർക്കൊരു നല്ലൊരു അഡ്വഞ്ചർ ട്രിപ്പാണ്. കാരണം നല്ല ഇഷ്ടംപോലെ സ്പേസ് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങോട്ട് വേണോ ഓഫ് റോഡിങ് നടത്താമെന്നുള്ളൊരു ഓപ്ഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ ഉള്ളതിൻ്റെ പ്രത്യേകത ഇതുപോലത്തെ പുല്ലുകളാണ്. നല്ല ഹൈറ്റിൽ വളർന്നിരിക്കുന്ന പുല്ലാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി നടന്ന് ജഡ്ജിക്കുന്നിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആവാത്ത കുറച്ച് ബിൽഡിങ്ങിലോട്ട് പോവുകയാണ്. അതിലേറ്റവും അറ്റത്ത് ഏറ്റവും എൻഡിലുള്ള ഒരു ബിൽഡിങ്ങിലാണ് ഞാൻ ആദ്യം കയറാൻ പോകുന്നത്. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് ആ ബിൽഡിങ്ങിൻ്റെ അല്ലെങ്കിൽ അവിടെയുള്ള ബിൽഡിങ്ങുകളുടെ ഒരു ചെറിയൊരു പോർഷൻ കാണിച്ചു തരാൻ ശ്രമിക്കാം. ഏകദേശം ബിൽഡിങ്സ് എല്ലാം ഇതുപോലെ തന്നെയാണ്. ഹാഫായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആവാണ്ട് ഉള്ള രീതിയിലാണ്. അപ്പോൾ ചിലതിലോട്ടൊക്കെ കയറാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ വന്നവർ തന്നെ കല്ലും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആവാത്തതുകൊണ്ടുള്ളതാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സ്പോട്ട്. അപ്പോൾ നമ്മൾ ബിൽഡിങ്ങിൻ്റെ മണ്ടേ കയറി നിന്നിട്ട് വേണം ആ വ്യൂ എൻജോയ് ചെയ്യാൻ. ഹൈറ്റൊക്കെ പേടിയുള്ളവർക്കൊക്കെ ഇച്ചിരി പാടായിരിക്കും. എന്നാലും വളരെ മനോഹരമായിട്ടുള്ള ബിൽഡിങ്ങാണ്. കൂടുതലും ബിൽഡിങ്ങിൻ്റെ എഡ്ജിലോട്ടൊന്നും പോവാതിരിക്കാൻ ശ്രമിക്കണം. കാരണം റിസ്ക്കാണ്. ഇതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആവാത്ത ബിൽഡിങ്ങിലൊന്നും കയറരുത്. എല്ലാ ബിൽഡിങ്ങിനും ഏകദേശം ഒരേ പാറ്റേൺ ആണ്. അങ്ങ് അറ്റം വരെയും കാണുന്നത് ബിൽഡിങ്സാണ്. ഇവിടുന്ന് നമുക്ക് കാണാൻ പറ്റുന്നൊരു കാഴ്ചയാണിത്. റൈറ്റ് എൻഡിൽ മലകൾ മുതൽ നമ്മുടെ സിറ്റി, പിന്നെ നേരെ കാണുന്നത് നമ്മുടെ കടലാണ്, കോവളം ബീച്ചാണ് കാണുന്നത്. അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ ട്രിവാൻഡ്രം സിറ്റി ആണ്. അതായത് തമ്പാനൂർ
അങ്ങനത്തെ ഉള്ള വലിയ വലിയ ബിൽഡിങ്ങുകളാണ്. ഞാൻ സൂം ചെയ്ത് എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ തമ്പാനൂർ KSRTC കോംപ്ലക്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ മനസ്സിലാവും. ഇത് ആക്ച്വലി ഫോണിൽ സൂം ചെയ്യുന്നത് കൊണ്ട് അല്പം ക്ലാരിറ്റി കുറവാണ്. അല്ലാണ്ട് നമുക്ക് നേക്കഡായില്ല, നമ്മുടെ സാധാരണ നോക്കുമ്പോൾ കാണുകയാണെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ നിന്ന് തന്നെ നമുക്ക് നോക്കിയാൽ നമ്മുടെ ഇൻ്റർനാഷണൽ റൺവേ, ട്രിവാൻഡ്രം ഇൻ്റർനാഷണലിൻ്റെ റൺവേയും കാണാൻ പറ്റും. ഒരു വൈകുന്നേരം ടൈം ആകുമ്പോഴത്തേക്ക് ലൈറ്റപ്പ് ഒക്കെ ചെയ്യുമ്പോൾ അതും കാണാൻ പറ്റും. ഇപ്പം ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സൺസെറ്റ് പോയിന്റിലോട്ടാണ്. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഇതാ കാണാം, സൂര്യൻ ഏകദേശം അസ്തമിക്കാറായി നിൽക്കുന്നൊരു അവസ്ഥയിലോട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോവുകയാണ്. അവിടുത്തെ കാഴ്ച എന്ന് പറയുന്നത് ഇതിനെയും കാട്ടി മനോഹരമാണ്. കാരണം ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് വിഴിഞ്ഞം പോർട്ടാണ്. അപ്പോൾ അവിടെ വരുന്ന കപ്പലുകളും അതൊക്കെ ഉണ്ടെങ്കിൽ അതും വളരെ ഭംഗിയുള്ളൊരു വ്യൂ ആണ്. ഇപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് ഒരു ദീപാവലി ആ സമയത്താണ് വന്നത്, അതായത് നവംബർ ആ സമയത്ത് എന്തുവാണ് ഞാൻ വന്നത്. ഇത് ഓൾഡ് വീഡിയോ ആണ്, ഞാൻ റീ അപ്ലോഡ് ചെയ്യുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇച്ചിരി ക്ലൗഡിയൊക്കെ ആയിരുന്നു. അതല്ലാത്ത പക്ഷം നമ്മൾ ഈ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലൊക്കെയാണ് പോകുന്നുണ്ടെങ്കിൽ നല്ല ക്ലിയർ സ്കൈ, റെഡ് സ്കൈ കാണാൻ പറ്റും. അതുമാത്രമല്ല, നമ്മുടെ റൺവേയിലോട്ട് ഫ്ലൈറ്റൊക്കെ വന്ന് ഇറങ്ങുന്ന കാഴ്ച വളരെ ബ്യൂട്ടിഫുള്ളായിട്ടൊരു കാഴ്ചയാണ്. മാത്രമല്ല ചില സമയത്ത് ഈ ഫ്ലൈറ്റ് എയറിൽ നിർത്തി തന്നെ U-turn ഒക്കെ അടിച്ചിട്ടാണ് നമ്മളെ റൺവേയിലോട്ട് ഇറക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു പോയിൻ്റാണ്. ഇതാണ് ഞാൻ പറഞ്ഞ റൺവേയിൽ ലൈറ്റപ്പ് ചെയ്തിട്ടുള്ളൊരു കാഴ്ച. ഇതിപ്പോൾ നവംബർ ഡിസംബർ സീസൺ ആയതുകൊണ്ടാണ് ഏകദേശം ഈ സമയമാകുമ്പോഴത്തേക്ക് ഫോഗൊക്കെ ഇറങ്ങി തുടങ്ങുന്നത്. ഇപ്പോൾ ദീപാവലിയുടെ ഇതൊക്കെ ഉള്ളതുകൊണ്ട് പടക്കങ്ങൾ പൊട്ടുന്നതിൻ്റെ പുകയും കാര്യങ്ങളും എല്ലാം നല്ലപോലെ എയറിൽ തങ്ങി നിൽപ്പുണ്ടായിരുന്നു. അത് പോരാഞ്ഞിട്ട് അഡീഷണലി ചെറുതായിട്ടൊരു ഫോഗ് പോലെ കവർ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ആ പടക്കങ്ങൾ പൊട്ടുന്ന ഹൈറ്റ് കാണുമ്പോഴത്തേക്ക് ഊഹിക്കാം നമ്മൾ എന്തുമാത്രം ഹൈറ്റിലാണ് നിൽക്കുന്നതെന്നുള്ളത്. അതായത് ട്രിവാൻഡ്രം സിറ്റി നമുക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് വ്യൂ പോയിൻ്റാണ് ഈ ജഡ്ജിക്കുന്ന് എന്ന് പറയുന്നത്. അധികം ആൾക്കാർക്ക് ഇതിനെപ്പറ്റി അറിയത്തില്ല. ഈ കൊറോണയൊക്കെ വന്നതിന് ശേഷം തൊട്ടാണ് എല്ലാവരും ജഡ്ജിക്കുന്നിനെ പറ്റി അറിഞ്ഞു തുടങ്ങിയത് തന്നെ ആക്ച്വലി. ഇപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, വൈകുന്നേരങ്ങളാകുമ്പോഴത്തേക്ക് പക്ഷികളൊക്കെ ഏകദേശം കൂടണയുന്ന സമയമാണ്. അപ്പോൾ അതും ഒരു ജഡ്ജിക്കുന്നിലോട്ടുള്ള മരങ്ങളിലാണ് കൂടുതലും വന്ന് കയറുന്നത്. നമ്മുടെ ട്രിവാൻഡ്രം സിറ്റിയിൽ നമ്മുടെ സിറ്റിയുടെ വ്യൂ ഇത്ര മനോഹരമായി എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സ്പോട്ട് ഉണ്ടായിട്ട് പലർക്കും അങ്ങനെ ഒരു സ്പോട്ട് ഉള്ളത് പോലും അറിഞ്ഞുകൂടാ. അപ്പം എന്തു തന്നെയാണേലും വരാൻ പറ്റുന്നവരൊക്കെ വരിക. ഒരു ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് 4:30 to 6:30 ആ ടൈമിലാണ്. അതുപോലെ തന്നെ ഇരുട്ട് വീഴുന്നതിന് മുന്നേ തിരിച്ചു പോകാനും ശ്രമിക്കുക. കാരണം എന്ന് പറയുന്നത് ഇവിടെ അധികം സ്ട്രീറ്റ് ലൈറ്റ്സും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ തിരിച്ചു പോകുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ വരുന്നവർ മാക്സിമം പെട്ടെന്ന് വൈകുന്നേരം ഒരു 6:30 ആകുമ്പോൾ തന്നെ റിട്ടേൺ ചെയ്യാൻ ശ്രമിക്കുക. 7 മണിയൊക്കെ ആയിക്കഴിഞ്ഞാൽ നല്ല ഇരുട്ടായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ വരുമ്പോഴേക്കും എല്ലാവരും ടേക്ക് കെയർ. ബൈ ബൈ.